തുടങ്ങാം നമുക്ക്. തുടങ്ങുന്നതായിരിക്കും നല്ലത്. എപ്പിസോഡ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ പറ. അതുണ്ടാക്കി തരും. നിങ്ങൾ പറയുന്ന സാധനം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി തന്നെ ആളാണിതാ. അയ്യോ വേണ്ട. പക്ഷെ നിങ്ങൾ പറയുമ്പേ ഒരു മയത്തിലൊക്കെ താറാവേറി അപ്പൊ ഒന്ന് പറയണം. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടത് ഉള്ളിന്ന് വരട്ടെ. ഞാനൊന്ന് നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. അടീന്ന് വരട്ടെ. ഉള്ളീന്ന് ബോട്ടം ഓഫ് ദി ഹാർട്ട്. നമുക്കിത് വേണ്ടത് ഡക്കോളജി ഡക്കിന്റെ കൂടെ ഉണ്ടായിരുന്നത് അല്പം അല്പല്ല. നേരത്തെ ഇടയന്മാർക്ക് പറഞ്ഞ ആളല്ലേ. നമുക്കിത് വേണ്ടത് നല്ല ചൂട് കിരികിരാന്നുള്ള അപ്പവും പിന്നെ താറാവ് കറി. ഓക്കെ നമ്മൾ സാധാരണ ക്രിസ്മസിന് ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പവും താറാവ്. നാച്ചുറൽ ആയിരുന്നത് അല്ല ഞാൻ പറഞ്ഞത്. താറാവ് കറിയുടെ കൂടെ അപ്പം കഴിക്കാം, അല്ലെങ്കിൽ നല്ല പുട്ട്, ചൂടുള്ള പുട്ട് കഴിക്കാം. അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇന്ന് എന്തായാലും നമുക്ക് അപ്പം താറാവ് കറി കഴിക്കാം. കാരണം ഞാൻ അതാ റെഡിയാക്കി വെച്ചേക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഇവരുടെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും ഇങ്ങനെയാണോ? ഓൾവേസ് സിറ്റിംഗ്. ഇപ്പൊ പറഞ്ഞില്ലേ സാധാരണ ക്രിസ്മസിനൊക്കെ താറാവേറി അപ്പോണെന്ന്. ഞങ്ങക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശരിക്കും. ഇനിയിപ്പൊ അവർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചോറ് കിട്ടിയിട്ടുണ്ടാവില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അവര്. അല്ല ഈ മമ്മിയുടെ ബിസി ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരുന്നത്? ചോദിക്ക്. അത് അങ്ങനെ പറയും. ഇപ്പൊ കണ്ട ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം മുട്ടിയാവല്ലോ. ഇപ്പൊ പോവാൻ അനുവാദമില്ല. അല്ല മമ്മിയെല്ലാം ചെയ്ത് വെച്ചിട്ട് പോവാറ്. എല്ലാവരും ഞങ്ങളുടെ എല്ലാവരും സെറ്റാക്കി. ഞങ്ങളുടെ മാലാഖയാണ് ഇതാ. എല്ലാ വർഷവും കിട്ടണല്ലോ അല്ലേ അപ്പം താറാവേറി. അങ്ങനെയല്ല, താറാവ് കറി നമ്മൾ എപ്പോഴും വെക്കാറില്ല. എന്തെങ്കിലും പരിപാടികൾ വരുമ്പോ, അങ്ങനത്തെ ഫങ്ഷൻസ്, സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോ മാത്രം താറാവ് കറി വെക്കാറുള്ളൂ. അല്ലാണ്ട് നോർമലി നമ്മള് ബീഫ് വെക്കും, ചിക്കൻ വെക്കും, അതൊക്കെ വെക്കുന്നുള്ളതല്ലാതെ പിന്നെ മീൻ വെക്കും. ഇവർക്ക് ആർക്കും പാചകത്തിലൊന്നും ഒരു താല്പര്യമില്ല. ഒരു താല്പര്യം കഴിക്കുന്നത് ഞങ്ങളാ പറഞ്ഞു കൊടുക്കണത്. ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ കാണാലോ, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മറ്റെടുത്തിട് ഇതാ ഉപ്പെടുത്തിട്, അത് ശരിയാ, മറ്റതെടുത്തിട്, ഇതിട്, അങ്ങനെയൊക്കെ പറയാറിയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറ്റതെടുത്തിട് എന്നൊക്കെ പറഞ്ഞല്ലോ. താറാവ് കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറയൂ. മസാല. എന്ത് മസാല? തെറ്റി. ഇല്ല, ആദ്യത്തെ ഉത്തരം തന്നെ തെറ്റി. റോണത്തിന് ഇല്ല, റോണത്തിന് കുറച്ച് കുക്കിങ്ങില് കുറച്ച് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണവരെ നിർബന്ധിച്ച് പേടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ പറയണം. ഞാനൊരു പണ്ട് മറ്റേ കുക്കുരി ഷോയ്ക്ക് പോയത്. അവർക്ക് അറിയാൻ ഇവര് രണ്ടുപേരും ഇത്ര കുഞ്ഞിലെ കുട്ടിക്കലവറാന്ന് കൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ. അപ്പൊ അതില് രണ്ടുപേരും പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അല്ല അധികകാലം ഉണ്ടായില്ല എന്നല്ല, പരിപാടിക്ക് ചേർന്ന് പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഷൂട്ട് ഇങ്ങനെ തുടർന്ന് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ചിലപ്പോ ഷൂട്ട് തീരുന്നേ. അപ്പൊ പിള്ളേര് ഇവര് ചെറുതാണ്, എനിക്ക് തോന്നുന്നു 3-ലോ 2-ലോ 5-ല് 2-ല്. അപ്പൊ ആ സമയത്ത് ഇവരുടെ പഠിത്തം ശരിയാവുന്നില്ല, ക്ലാസ് കുറെ മിസ്സാവുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി തുടങ്ങിയപ്പോ ഞാൻ ആ പരിപാടി തീരുമാനിച്ചു, പതുക്കെ വിഡ്രോ ചെയ്തു. മറ്റേത് ചൂടാക്കാടായിരുന്നു. അല്ല അതിന്റെ ഇടയിൽ നമുക്ക് ഡീൽ ചെയ്യാം. അവിടെ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ചൂട്ടെത്തിക്ക് ഇതാ മറ്റേ താറാവ് കഴിയായിരുന്നു. ഞാൻ കുളിപ്പിച്ചു, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പാനിലേക്ക് എടുത്തിടാ. കഷ്ണമാക്കിയ താറാവിനെ പാനിലേക്ക് ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അത് വഴറ്റുക ഞാൻ ഉദ്ദേശിച്ചത് ആ സാധനത്തിൽ നിന്നിട്ടേ. അപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങള്. നമ്മള് മറ്റേ ചാനലിലെ ഗവൺമെന്റ് ഇളക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരിയാ. മറ്റേ കുക്കറി ഷോയിലൊക്കെ പറയില്ലേ, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങളൊന്ന് കത്തിക്കട്ടെ. ചൂട്ടിനതിയോട് കൊടുത്തേക്കൂ. അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൈയടിക്കണം ഞങ്ങള്. നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. അല്ല ഞാനിവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഇച്ചിരി താറാവ് കറി വെക്കണുള്ളൂ. അതെ നമ്മളപ്പോ നടേടി
അപ്പൊ നമ്മൾ ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി അതിൽ കുറച്ച് വെള്ളമുണ്ട്. വണ്ടി ഇത് നല്ലൊരു പരിപാടിയാട്ടോ. ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൂന്നുപേരും എന്നിവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഈ അടുക്കളയിലെ പരിപാടികൾ നമുക്ക് കുറച്ചുകൂടെ ആഘോഷപ്രദമാക്കാം. അല്ല അപ്പൊ ഈ കുക്ക് ചെയ്യാനുള്ള സാധനം ഇവിടെ വന്നെങ്കിൽ ഞാൻ പണിക്ക് പോണ്ടേ? പന്തിയോളം പണിയെടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ അതിന്റെ വല്ല ചിന്തയും ഇതൊക്കെ ഉണ്ടോ? ഈ പൈപ്പടലത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പൈപ്പടൽ ജീവിതം മോനെ ജീവിതം. ഇരുമ്പ്, കമ്പി, പൈപ്പ്, ഷീറ്റ് ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഞാൻ പെട്ടെന്ന് പണ്ടത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ മറ്റേ പിച്ചക്കാരനെ കാണിച്ചത്. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ? ഞങ്ങളെന്ത് വാടകയ്ക്ക് വിളിച്ച ബംഗാളികളോ കൈയടിക്കാൻ വിളിച്ചാലോ? നിങ്ങളെ കൈയടിക്കാൻ കൊണ്ടിരുത്തേക്കണാണോ? നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേ സവോള എടുത്ത് പതുക്കെ പതുക്കെ ഇട്ട് ഇങ്ങനെ മന്ദം മന്ദം അതിന്റെ സൗണ്ട് കേൾപ്പിച്ച സൗണ്ട് ഇഫക്ട്സ്. ശരിക്കും ചൂടായിട്ടില്ല, അതാണ് അതിന്റെ ലക്ഷണം. പറയോ ഓരോന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നമ്മള് സവോള ഇട്ടു. സവോള നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. അത് ഉപ്പ് പൊടിയുപ്പ് വേണോ അതോ കല്ലുപ്പ് ഇട്ടാ മതിയോ? നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പുള്ളതെന്ന് വെച്ചാൽ അതിടാം. അങ്ങനൊന്നും പറയല, ഇന്ദുപ്പൊക്കെ എടുത്തിട്ടുള്ള ഓക്കെ, പൊടിയുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് വിശന്ന് തുടങ്ങി എനിക്ക്. ഇതങ്ങടെ അടപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ സാധാരണ താറാവ് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാറ്. ഓക്കെ, മുളക് പൊടി ഇടാറില്ല. പച്ചമുളകും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മളുണ്ടാക്കുക. അതിനെന്താ വ്യത്യാസം? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നല്ല നല്ല പച്ച കളറിൽ ഇരിക്കും. ഓക്കെ ഓക്കെ, ഒരു ചേഞ്ചിന്. പച്ചമുളക് ഇട്ടാൽ പച്ച കളറിലിരിക്കും. എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ ഉണക്കമുളക് ഇട്ടല്ലേ ഉണ്ടാക്കിയേ. ഞാൻ താറാവ് ഉണ്ടാക്കുമേ എന്നൊക്കെ പറയാൻ. അല്ല, അത് ചുവന്ന മുളക് ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ചുമപ്പ് കളറായിട്ടിരിക്കുക. ആ, അല്ലെ ശരിക്കും അമ്മയായിരുന്നോ അതോ? അമ്മയാണ് നിതയുടെ മാസ്റ്റർ ഷെഫ്. ഓ, അമ്മയാണോ അത് നിതയാണോ നല്ല ഷെഫ്? അയ്യോ അങ്ങനെയില്ല, അമ്മ ഭയങ്കര കുക്കാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ചെറിയൊരു പാഴ്ച വന്നതിനാണ് വെറുതെ എല്ലാ ഭാര്യയുടെ ഫൈനലില് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. സോ അമ്മേനെ കെട്ടിയോളെ ഒരുമിപ്പിക്കാൻ നോക്കണ്ട. ഒരു കണക്ഷൻ കിട്ടിയപ്പോ വേണ്ടോട്ടാ, അമ്മ പിടിച്ച് കയറണ്ട. അതല്ല, അമ്മ ഭയങ്കര കുക്കായിരുന്നു. അടിപൊളി മീൻകറി ഒക്കെ വെക്കും. ഞാൻ അങ്ങനെ ഭയങ്കര കുക്കല്ല, കാരണം കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ കുക്കിംഗ് അത്ര വശം ഉണ്ടായില്ല. ഇനി ഇവിടെ ഇവരൊക്കെ ചെയ്ത് കണ്ട് പഠിച്ച് എനിക്ക് തിയറി എല്ലാം അറിയായിരുന്നു. പ്രാക്ടിക്കലി കുറച്ച് അറിവുണ്ടായില്ല. അല്ല, അതെങ്ങനെ തീരെ പാചകം വായിച്ചു പഠിക്കുന്നത്? ഇല്ല, അമ്മ എന്റെ അമ്മ അടുക്കളയിൽ ചെയ്ത് കണ്ട് നമുക്കറിയാം. എന്റെ അമ്മ അങ്ങനെയായിരുന്നു. എനിക്ക് തിയറി അറിയാവും, എല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കണം ഞാനാ. എന്റെ അമ്മ ഫ്ലോ അങ്ങോട്ട് കളഞ്ഞു. ചിന്ത കുക്കിങ്ങിൽ നിന്ന് പോകുന്നു. കുക്കറി ഷോ അല്ലേ? അതെ. അപ്പോ അല്ല, എന്റെ അമ്മ പറയേ, എന്റെ അടുത്ത് പറയും, മോളെ എന്റെ അമ്മ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കുക്കിംഗ് ഒക്കെ നിങ്ങൾ ആ സമയത്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ആ സമയത്ത് പഠിച്ചോളും. ഇത് ഈ ചെറുപ്പം മുതലേ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണ്ടെന്ന് അമ്മ അന്ന് പറയായിരുന്നു. അതിന്റെ ആഴം എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷെ എനിക്കിപ്പോ ഇന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്.